ബോൾസ്. ലുക്ക് ഉണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ സംഗതി എന്താണെന്നായിരിക്കും. സംഗതി മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിൻട്രസ്റ്റിലൊക്കെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഇതേപോലെ ഈ ഫ്രണ്ടിൽ ഒരു എ ലെറ്റർ പോലെ ബാക്കിൽ അതിനൊരു നിൽക്കാനായിട്ടൊരു ഇതും കൂടെ കൊടുക്കും, ഒരു കുത്തൂടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും സൈഡൊക്കെ കാണാനായിട്ട് ഒരു ടെൻറ്റൊക്കെ രൂപത്തിൽ. ടെൻറ്റ് കെട്ടുമ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കുമല്ലോ ആ രൂപത്തിൽ. പിന്നെ ഇതാ മുകളിൽ ഇതിനൊക്കെ ഞാൻ എയർ ക്ലേ ഗ്രീൻ കളറ് പെയിൻറ്റ് മയമായിപ്പോയി. അതാണ് പ്രശ്നം. പെയിൻ്റ് അടിച്ചെടുക്കണം. 3 പെന്നിൻ്റെ ദൂരി എടുത്തതാണ്. ഒന്ന് ഈ പർപ്പിൾ ഓൾറെഡി പൊട്ടിയതായിരുന്നു, ബാക്കി 2 പൊട്ടിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അടിച്ച് പൊട്ടിച്ചതാണ്. ആ ബാക്കിൽ വെച്ചിരിക്കുന്ന അത് ഇത് ഞാൻ അടിച്ച് പൊട്ടിച്ചതാണ്. ഇതൊക്കെ കണ്ടോ, അത് ഞാൻ അടിച്ച് പൊട്ടിച്ച സാധനമാണ്. പക്ഷെ കറക്റ്റായിട്ട് കിട്ടി. എന്നാലും ഇവിടെ ഒരു ഇത് കാണുന്നില്ലേ, അത് ഇതിൻ്റെ ചില്ലിങ്ങനെ പൊന്തി നിൽക്കുന്നതാണ് സംഗതി. അപ്പോൾ അവിടുത്തെ വൃത്തികേട് മറയ്ക്കാനായിട്ട് ഞാൻ ബീൻ ബോൾസാണ്. ബീൻ ബോൾസ് 4 കളർ എടുത്ത് വെച്ചേക്കുവാണ്. ഈ സംഗതി ഇത്രയും എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിയതല്ല. എൻ്റെ കസിൻ്റെ നെയിം സെറിമണിക്ക് പോയപ്പോൾ ഞാനും പിന്നെ എൻ്റെ കസിൻസൊക്കെ കുറച്ച് വാരി എടുത്തായിരുന്നു. ബാഗിലിട്ട് നോക്കിയപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ബീൻ ബോൾസ് ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇതുവരെ അതുകൊണ്ടൊരു സാധനം ചെയ്തില്ല, അത് വേർത്തായിട്ടില്ല ഇതുവരെ. പക്ഷേ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വെച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ 4 കളർ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മറ്റേ ഇങ്ങനെ നിൽക്കുന്ന കാര്യമൊക്കെ പോവുമല്ലോ. ഫസ്റ്റ് ബോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടായിരുന്നു. ഇനി ഈ ക്രിസ്മസ് വരട്ടെ, ഇതുപോലൊരു ക്രിസ്മസ് ട്രീയും കൂടെ ഞാൻ ചെയ്തെടുക്കും. ഇത് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നില്ല. ഇതെൻ്റെ ഒരു ബ്ലൂ കളർ പെൻസിലാണ്. പിന്നെ ഇത് പെന്നിൻ്റെ നിബ്. എന്നിട്ട് ഇത് ഈ എയർക്ലൈനിൽ പശ തേച്ചിട്ട് വെച്ചതാണ് സംഗതി. എന്നിട്ട് ഇവിടെ ഇത് നിൽക്കാനായിട്ട് 2 ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഈ പശയാണ് അതിന് യൂസ് ചെയ്തത്. ഈ ഒരു മുത്തൊക്കെ ഒട്ടിക്കുന്ന ഈ പശ ബീഡ്സ് വർക്കിൻ്റെ ആ സെറ്റിൽ നിന്ന് എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് ഇവിടെ ഒന്നും കിട്ടായിട്ട് ഞാൻ കളർ പെൻസിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ സത്യത്തിലൊരു ക്രിസ്മസ് ട്രീൻ്റെ ലുക്ക് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ക്രിസ്മസിന് ഇതുപോലൊരു ക്രിസ്മസ് ട്രീ ഞാൻ ചെയ്തിരിക്കും. ഗ്രീന് ഏതെങ്കിലും കളേഴ്സ് ഇല്ലാത്തതുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റിലോ സ്കിൻ കളറിലോ ഗ്രീൻ മിക്സ് ചെയ്തെടുക്കും. ഗ്രീൻ ഇല്ലെങ്കിൽ അതേപോലെ ഡാർക്ക് കളേഴ്സ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. എനിക്കിത് കണ്ടിട്ടിപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ലെങ്കിൽ ഇത് ഒരു ക്രിസ്മസ് ട്രീ തന്നെ ഫുള്ളി ആക്കി എടുത്താലോ എന്ന് തോന്നുകയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതൊന്നുമില്ല, അതിനെ പറ്റിയ ക്ലേ ഒരുപാടില്ല. അയ്യോ, ബീൻ ബോൾസൊക്കെ പറന്ന് പോകുന്നുണ്ട്. താഴെ വീഴുവാണ് ബീൻ ബോൾസ് എല്ലാം. അപ്പോൾ ഈ ഒരു സ്പൂൺ ഉള്ളതുകൊണ്ട് ഇതെങ്ങനെയോ നിൽക്കുന്നതാണ്. ആ സ്പൂണ് തട്ടിപ്പോയതുകൊണ്ടാണ് പോയത്. പക്ഷേ ആ റെഡ് ഇതിനോട് നല്ല മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഒരു തൊപ്പിയൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ഒട്ടിക്കണോ, ഇനി വേറെ ഒട്ടിച്ചാൽ ഭംഗി ഉണ്ടാവുമോ എന്നറിയില്ല. വെച്ച് നോക്കിയിട്ട് ഒട്ടിക്കാം കേട്ടോ. അതെന്തായാലും അവിടെ അങ്ങനെ നിന്നോട്ടെ. ഒറ്റ ബീൻ ബോൾ മതി കേട്ടോ. ബാക്കിയുള്ള ബീൻ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ താഴെ ഞാൻ ബുഷൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ബുഷ് എന്ന് പറയുന്നതിൽ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ, തെങ്ങിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഇവിടെ ഒരു ബുഷ് വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ബുഷൊക്കെ വെക്കില്ലേ. ബുഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചെന്നത് ഈ മറ്റേ പുല്ലിൻ്റെ ഇതിനൊക്കെ ബുഷ് എന്ന് പറയില്ലേ, അങ്ങനെ പല ബുഷസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബുഷ് എന്ന് പറയുമ്പോൾ ഏത് ബുഷാന്ന് നമുക്ക് പിടികിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ബുഷ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടാൻ ഇരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് ബുഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുന്ന ഒരു സംഗതിയാണ് ഉദ്ദേശിച്ചത്. സാരയ്ക്ക് ഫർണിച്ചേഴ്സിനൊക്കെ വെക്കുന്ന ഉദ്ദേശിച്ചതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വേണ്ടത് കാർഡ്ബോർഡ് വെട്ടി ഇവിടെ വെക്കണം. എന്നിട്ട് അതിനോട് മാച്ചായിട്ടുള്ള പേപ്പേഴ്സ് വെട്ടി ഒട്ടിക്കല്ല, വെട്ടിയിട്ട് ഈ സാധനം കൊണ്ട് ആ കാർഡ്ബോർഡ് മേലെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഒരു ഡബിൾ സൈഡ് ടാപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 2 ഭാഗത്ത് ഒട്ടിച്ചിട്ട് ആ കാർഡ്ബോർഡ് വെക്കായിരുന്നു. കാർഡ്ബോർഡ് വൃത്തികേടായിട്ടിൻ്റെ അടുത്ത് മാറ്റാലും എന്നുള്ള രീതിക്ക് വെക്കുകയായിരുന്നു. കുഴപ്പമില്ല, കാർഡ്ബോർഡ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ലല്ലോ. കാർഡ്ബോർഡ് തപ്പി കാർഡ്ബോർഡ് കിട്ടിയില്ല. പക്ഷേ അരിയൻ്റെ ഡ്രസ്സ് ഇട്ട് വെക്കുന്ന ഒരു സാധനം കിട്ടി.
അപ്പോൾ ഇത് കട്ട് ചെയ്ത് 2 ലെയറായിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ സാധനം കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് പറ്റിയ പേപ്പേഴ്സോടെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് പേപ്പേഴ്സും കൂടെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. കുറച്ച് ക്ലിപ്പ് അതിൽ കാണിച്ചിട്ടുള്ളൂ. ഉണ്ടാക്കുന്ന വീഡിയോ കൊടുത്തിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇനി ഞാൻ പരമാവധി കൊടുക്കാൻ നോക്കാം കേട്ടോ.